ഇസ്രായേലിന്റെ ആകാശം ഇനി സുരക്ഷിതമാണോ? ലോകത്തെ ഏത് മിസൈൽ ആക്രമണത്തെയും തകർത്തെറിയുമെന്ന് അവകാശപ്പെട്ടിരുന്ന അയൺ ഡോം എന്ന പ്രതിരോധ വിസ്മയത്തിന് മുകളിൽ ഹിസ്ബുള്ളയുടെ ചാരക്കണ്ണുകൾ എങ്ങനെ എത്തി? പശ്ചിമേഷ്യയുടെ ആകാശത്ത് നിന്ന് മുഴങ്ങുന്നത് യുദ്ധവിമാനങ്ങളുടെ ഗർജനമല്ല, മറിച്ച് മരണത്തിന്റെ സന്ദേശവുമായി എത്തുന്ന ഗോസ്റ്റ് ഡ്രോണുകളുടെ നിശബ്ദമായ ചിറകടിയാണ്. അത്യാധുനിക റഡാറുകളെയും സാങ്കേതിക വിദ്യകളെയും നിഷ്പ്രഭമാക്കി ഇസ്രായേലിന്റെ അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോൺ തുളച്ചു കയറുമ്പോൾ തകരുന്നത് വർഷങ്ങളായി ഇസ്രായേൽ കെട്ടിപ്പടുത്ത സുരക്ഷാ വിദ്യ കൂടിയാണ്. തെക്കൻ ലെബനനിൽ നിന്ന് നിശബ്ദമായി കുതിച്ചുയരുന്ന ഈ കൊച്ചു ഡ്രോണുകൾ വെറുമൊരു അതിർത്തി ഏറ്റുമുട്ടലല്ല ലക്ഷ്യമിടുന്നത്, മറിച്ച് ലോക സൈനിക ശക്തികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഭാവിയിലെ യുദ്ധങ്ങളുടെ ഭീകരമായ പുതിയ രൂപം വെളിപ്പെടുത്തുകയാണ്. ശത്രുവിനും കാണാൻ പോലുമാകാത്ത ഈ അദൃശ്യ പോരാളികൾ ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകളെ തകർക്കുമോ? പശ്ചിമേഷ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത്? ആ സ്ഫോടനാത്മകമായ അണിയറ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഹിസ്ബുള്ള പുറത്തുവിട്ടതായി അവകാശപ്പെടുന്ന പുതിയ ദൃശ്യങ്ങളിലാണ് ഈ ആശങ്കയുടെ തുടക്കം. ഇസ്രായേലി സൈനിക താവളങ്ങൾ, നിരീക്ഷണ കേന്ദ്രങ്ങൾ, അയൺ ഡോം ബാറ്ററികൾ എന്നിവയുടെ കൃത്യമായ ദൃശ്യങ്ങൾ കാണാമെന്നാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗികമായി ഈ ദൃശ്യങ്ങളുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അവ പകർത്തിയിരിക്കുന്ന കോണുകളും ആഴവും ഇസ്രായേൽ സുരക്ഷാ ഏജൻസികളെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. കാരണം സാധാരണ നിരീക്ഷണ ഡ്രോണുകൾക്ക് പോലും സമീപിക്കാനാവാത്ത അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഈ ആളില്ലാ സംവിധാനങ്ങൾ പ്രവേശിച്ചുവെന്നാണ് സൂചന. ഇവിടെ ഏറ്റവും ഭീതിജനകമായ കാര്യം ഈ ആക്രമണ നിരീക്ഷണ ദൗത്യങ്ങൾക്ക് ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന പുതിയ തലമുറ ഗോസ്റ്റ് ഡ്രോണുകൾ തന്നെയാണ്. ഇസ്രായേലി മാധ്യമമായ KAN ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വളരെ കുറഞ്ഞ റഡാർ സിഗ്നേച്ചറുകളും അത്യല്പ താപ അടയാളങ്ങളുമുള്ള ഫൈബർ ഒപ്റ്റിക് നിയന്ത്രിത ഡ്രോണുകളെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റവും വലിയ ഭീഷണിയായി കണക്കാക്കുന്നത്. പരമ്പരാഗത ഡ്രോണുകൾ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളിലൂടെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. എന്നാൽ ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവയെ തടയാനോ നിയന്ത്രണം നഷ്ടപ്പെടുത്താനോ സാധിക്കും. എന്നാൽ ഈ പുതിയ തലമുറ ഡ്രോണുകൾ നേരിട്ട് ഫൈബർ ഒപ്റ്റിക് ഡാറ്റ ലിങ്കുകൾ ഉപയോഗിക്കുന്നതിനാൽ സാധാരണ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾക്ക് ഇവയ്ക്കെതിരെ വളരെ പരിമിതമായ ഫലമേ ഉണ്ടാകുന്നുള്ളൂ. ഈ ഡ്രോണുകളെ ഗോസ്റ്റ് എന്ന് വിളിക്കുന്നത് വെറുമൊരു മാധ്യമ അതിശോക്തിയല്ല. കാരണം ഇവയുടെ രൂപകൽപ്പന തന്നെ കണ്ടെത്തൽ ഒഴിവാക്കുന്നതിനായാണ്. വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കാനും അതിവേഗത്തിലോ അത്യല്പ വേഗത്തിലോ സഞ്ചരിക്കാനും പരിസര താപനിലയുമായി ലയിച്ചു പോകുന്ന രീതിയിൽ താപാടയാളങ്ങൾ കുറയ്ക്കാനും ഇവക്ക് കഴിയുന്നു. അതിനാൽ ഇൻഫ്രാറെഡ് സെൻസറുകൾക്കും രാത്രികാഴ്ച ഉപകരണങ്ങൾക്കും പോലും ഇവയെ കണ്ടെത്തുന്നത് വളരെ വെല്ലുവിളിയായി മാറുന്നു. ചില സൈനിക വിദഗ്ധർ പറയുന്നത് പരമ്പരാഗത റഡാർ സംവിധാനങ്ങൾ ഈ ഡ്രോണുകളെ പലപ്പോഴും പക്ഷികളോ ചെറിയ പരിസ്ഥിതി ശബ്ദങ്ങളോ ആയി തെറ്റിദ്ധരിക്കാനിടയുണ്ടെന്നാണ്. ഇതോടെ ഇതുവരെ ഇസ്രായേലിന്റെ അഭേദ്യ പ്രതിരോധ കവചമായി കണക്കാക്കപ്പെട്ടിരുന്ന അയൺ ഡോമിന്റെ കാര്യക്ഷമതയെക്കുറിച്ചും പുതിയ ചർച്ചകൾ ആരംഭിച്ചു. അയൺ ഡോം പ്രധാനമായും റോക്കറ്റുകളും മിസൈലുകളും തടയാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ്. എന്നാൽ വളരെ ചെറിയ റഡാർ അടയാളങ്ങളുള്ള അതിവേഗത്തിൽ ദിശമാറ്റം നടത്താൻ കഴിയുന്ന താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന പുതിയ തലമുറ ഡ്രോണുകളെ കണ്ടെത്തുന്നത് അതിന് കൂടുതൽ സങ്കീർണമായ വെല്ലുവിളിയായി മാറുകയാണ്. പ്രത്യേകിച്ച് ഒരേ സമയം നിരവധി ചെറിയ ഡ്രോണുകൾ കൂട്ടമായി എത്തുന്ന സാഹചര്യത്തിൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രതികരണ സമയം ഗണ്യമായി കുറയുമെന്നും സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ സൈന്യം അതിർത്തി മേഖലകളിൽ പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വിന്യസിക്കാൻ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മെച്ചപ്പെടുത്തിയ നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ, AI അധിഷ്ഠിത ഡ്രോൺ കണ്ടെത്തൽ സെൻസറുകൾ, അതിവേഗ ടാർഗറ്റിംഗ് സംവിധാനങ്ങൾ, ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഗ്രൗണ്ട് സർവേലൻസ് റഡാറുകൾ എന്നിവ ഇപ്പോൾ തെക്കൻ ലെബനൻ അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഡ്രോൺ ഭീഷണി ഇനി വെറുമൊരു നിരീക്ഷണ പ്രശ്നമല്ല, നേരിട്ടുള്ള ആക്രമണ യുദ്ധത്തിന്റെ കേന്ദ്ര ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം പശ്ചിമേഷ്യയിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വലിയ മാറ്റവും ലോകം ശ്രദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദശാബ്ദമായി ഇറാൻ അവരുടെ ആളില്ലാ യുദ്ധ സാങ്കേതിക വിദ്യയിൽ വൻ നിക്ഷേപങ്ങളാണ് നടത്തിയത്. ഷാഹിദ് സീരീസ് ഡ്രോണുകൾ ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിയിരുന്നു. അതേസമയം ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലെ ചില കാര്യങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്ന അമേരിക്കൻ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഇസ്മായിൽ ബഗായി ഇറാനിൽ ഇനിയും വെളിപ്പെടുത്താനാകാത്ത നിരവധി സൈനിക അത്ഭുതങ്ങൾ ബാക്കിയുണ്ടെന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ രാജ്യം സുസജ്ജമാണെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടേത് ഇരട്ടത്താപ്പാണെന്നും ബഗായി കുറ്റപ്പെടുത്തി. 2015 കരാർ വ്യവസ്ഥകൾ പാലിച്ച് സമാധാനപരമായ ആണവ ഗവേഷണങ്ങളുമായി മുന്നോട്ടു പോയ ഇറാനെ ഉപരോധങ്ങൾ വഴി വരിഞ്ഞു മുറുക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. മേഖലയിലെ ഏക ആണവശക്തിയായ ഇസ്രായേലിന്റെ ആയുധ ശേഖരത്തെക്കുറിച്ചും ലോകശക്തികൾ മൗനം പാലിക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്ന ഇറാനെ മാത്രം ലക്ഷ്യമിടുന്നത് നീതിയല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ചർച്ചകൾ എന്ന പേരിൽ ഇറാനെ പൂർണ്ണമായും കീഴടക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും അതൊരിക്കലും അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള എണ്ണ വിതരണത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് ഉത്തരവാദി അമേരിക്കയും ഇസ്രായേലുമാണെന്ന് അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നടിച്ചു. പേർഷ്യൻ ഗൾഫ് മേഖലയെ ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ദുരുപയോഗം ചെയ്തതിനാലാണ് സുരക്ഷാ നടപടികൾ കടുപ്പിക്കേണ്ടി വന്നത്.
നിലവിലെ ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അടുത്തിടെയായി ഇസ്രായേൽ കൈക്കൊള്ളുന്ന പല ബുദ്ധിപരമായ സൈനിക നീക്കങ്ങളും പാളിപ്പോവുകയാണോ എന്ന സംശയമാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ ഉയർത്തുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാഖിലെ ഇസ്രായേൽ താവളം കണ്ടെത്തിയ സംഭവം. തങ്ങളുടെ പ്രഖ്യാപിത ശത്രുവായ ഇറാന്റെ മൂക്കിന് താഴെ ഇസ്രായേൽ പണിത ആ സുരക്ഷിത താവളം പോലും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങളും പുറത്തു വന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ലോകത്തെ വിറപ്പിച്ചിരുന്ന ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കുന്ന പോരാട്ടമായിരുന്നു ഇത്. അതോ ഈ തിരിച്ചടികളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ അവർ തിരിച്ചു വരുമോ? പശ്ചിമേഷ്യയുടെ യുദ്ധഭൂമിയിൽ ഇനി ആര് വാഴുമെന്ന് കാലം തന്നെ തെളിയിക്കട്ടെ.